We can write the formula of compound if we know the symbols of the elements group it is made up of. If we know the symbols, the symbol of the element or group. നമുക്ക് ഗ്രൂപ്പിന്റെ കോമ്പൗണ്ട് ഇഫ് യു നോ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ പിന്നെ അതിന്റെ സിമ്പിൾ നമുക്കറിയാമെങ്കിൽ സിമ്പിൾ നമ്മൾ എഴുതുന്ന എങ്ങനെയാ വെച്ചാൽ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എലിമെന്റിന്റെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാമെങ്കിൽ വി കൺ റൈറ്റ് ദ ഫോർമുല. നെക്സ്റ്റ് സെക്കൻഡ് ദ ബാലൻസീസ് ഓഫ് ദ എലിമെന്റ്സ് ഓർ ഗ്രൂപ്പ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അത് വാലൻസി, അതിന്റെ വാലൻസി നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഫോർമുല എഴുതാൻ പറ്റും. നെക്സ്റ്റ് എന്തൊക്കെയാണ് അതായത് ഇവിടെ സീ ദ ടേബിള് ഹൈഡ്രജൻ ഓൺലി വൺ എ ഹൈഡ്രജൻ ആറ്റം. സോ സിംബൽ ഈസ് എച്ച് ആൻഡ് വാലൻസ് ഈസ് 1. സോഡിയം എൻ. എന്തുകൊണ്ട് സോഡിയത്തിന് എസ് ഒ വരാതെ എൻ എ വന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോനെ, എന്നാലേ കേൾക്കുള്ളൂ. അൺമ്യൂട്ട് ചെയ്യും. അറിയില്ല. സോഡിയത്തിന് നമ്മൾ പേജ് നമ്പർ 29 എടുത്തേ. പേജ് നമ്പർ 29 ടേക്ക് പേജ് നമ്പർ 29 ആൻഡ് ടേബിൾ 3.2. see in that it is written elements and symbols ഇവിടെ തന്നിട്ടുണ്ട്. some symbols, some elements name is known in the Latin name. അതിന്റെ ലാറ്റിൻ നെയിമിലാണ് ചില എലിമെന്റുകൾ അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ കോപ്പറിന് സിയു ആണ് വരേണ്ടത്, പക്ഷെ അതിന് കപ്പൂറം CuPur. അപ്പം ലാറ്റിൻ നെയിമിലാണ് ഇവിടെ എടുക്കുന്നത്. ഗോൾഡിന് ജിയോ അല്ല വരുന്നത്, ഔറും. സോ AU ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹിയർ അയൺ, ഫെറും, പൊട്ടാസ്യം, കാലിയം. പൊട്ടാസ്യത്തിന് PO ആണ് വരേണ്ടത് നമ്മളുടെ ഇത് പ്രകാരമാണെങ്കിൽ, പക്ഷെ ഇവിടെ K ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് കാലിയം. സോഡിയത്തിന് നാട്രിയം എന്നാണ് തന്നിരിക്കുന്നത് ലാറ്റിൻ നെയിം, അതുകൊണ്ട് NA ഉപയോഗിക്കുന്നു. അതുപോലെ ടങ്സ്റ്റണിന് TU വേണമായിരുന്നു ഉപയോഗിക്കാൻ, പക്ഷെ അതിന്റെ ലാറ്റിൻ നെയിം ഉപയോഗിക്കുന്നതുകൊണ്ട് വോൾഫ്രമിന്റെ W ആണ് ഉപയോഗിക്കുന്നത്. ഇത് അന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞതില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു ഫെയ്ത്ത് വാസ് ആബ്സെന്റ് ഇൻ ദാറ്റ് ക്ലാസ്. ദാറ്റ്സ് വാട്ട്. So that chart you have to write in your notebook. Which one? Table 3.2. Some common elements and their symbols. Okay. Then you have to study that. അത് പഠിച്ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി മുന്നോട്ടേക്ക് എഴുതാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പേജിൽ ഈ പേജിൽ തന്നിരിക്കുന്ന സോഡിയത്തിന് എന്നെ ഉപയോഗിക്കാൻ കാരണം നെക്സ്റ്റ് പൊട്ടാസ്യം K, കോപ്പർ Cu, മെർക്കുറി Hg, ക്ലോറിൻ Cl, അയഡിൻ I, നിട്രേറ്റ് NO3, കാൽസ്യം Ca, അയൺ Fe, ഓക്സിജൻ O, സൾഫർ S, സൾഫേറ്റ് SO4, കാർബോണേറ്റ് CO3, അലുമിനിയം Al, നൈട്രോജൻ N, ഫോസ്ഫേറ്റ് PO4, കാർബൺ C. ഇനി ഇതിന്റെ എല്ലാം വാലൻസ് തന്നിട്ടുണ്ട് ഇവിടെ. ചിലതിന് 1 or 2, in some cases 2 or 3, some 2, 4 or 6, like that. Okay. So namaka have to write the symbol of the elements or group side by side, write their valences on top as superscripts of their symbols. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, താഴത്തെ ആ ചാർട്ട് നമ്മുടെ ഇപ്പൊ ഈ പേജിൽ തന്നിരിക്കുന്ന പേജ് നമ്പർ 32 തന്നിരിക്കുന്ന ചാർട്ട് നോക്കിയേ. 3.9. In that see first hydrochloric acid Hന്റെ മേളിൽ 1 എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലോറിക് Clന്റെ മേളിൽ 1 തന്നിട്ടുണ്ട്. അതിന്റെ ഫോർമുല HCl. നെക്സ്റ്റ് സൾഫൂറിക് ആസിഡ് H ടോപ്പിലാണ് 1 തന്നിരിക്കുന്നത്. SO4 അതിന്റെ 4 താഴെ തന്നിട്ടുണ്ട്, പക്ഷെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തപ്പം 2 വന്നിട്ടുണ്ട്. അത് എങ്ങനെ എഴുതുന്നത്? H2SO4. അപ്പൊ അതിന്റെ 2 അല്ലെങ്കിൽ SO4 അത് രണ്ടും താഴെയാണ് തന്നിരിക്കുന്നത്. 2 ഹൈഡ്രജൻ ആൻഡ് 4 സൾഫർ ആസിഡ്, സൾഫർ. അങ്ങനെയാണ് സൾഫൂറിക് ആസിഡ് വരുന്നത്. ഓക്കെ. അപ്പൊ റൈറ്റ് ദ സിംബിൾസ് ഓഫ് ദ എലിമെന്റ്സ് ഓർ ഗ്രൂപ്പ് ബൈ സൈഡ്, റൈറ്റ് ദെയർ വാലൻസീസ് ഓൺ ടോപ്പ് ആസ് സൂപ്പർസ്ക്രിപ്റ്റ്സ് ഓഫ് ദെയർ സിംബിൾസ്. നെക്സ്റ്റ് ഡിവൈഡ് ബൈ എനി കോമൺ ഫാക്ടർ ഇൻ ദെയർ വാലൻസീസ്. Interchange the numbers obtained and write them at the base as subscripts to get the formula.
let us understand this with the help of the following examples. ഈ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. We will find out through this example. Now writing the formula of ammonia. എങ്ങനെ എഴുതുന്നു? അമോണിയയുടെ ഫോർമുല എങ്ങനെ എഴുതും? നമ്മൾ മുകളിൽ പറഞ്ഞ പ്രസ്താവന പ്രകാരം എങ്ങനെ എഴുതും എന്നുള്ളതാണ്. The element in ammonia are nitrogen and hydrogen. So in ammonia, nitrogen and hydrogen is there. With നമ്മൾ നൈട്രജന്റെയും ഹൈഡ്രജനും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്നത്. സോ ഹാവ് ടു റൈറ്റ് ദ വാലൻസി ഓഫ് നൈട്രജൻ ഇസ് 3 ആൻഡ് ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് 1. സോ വി റൈറ്റ് ദം N3H1. അതായത് ഹൈഡ്രജന് only 1, നൈട്രജന് 3 are there in ammonia. സോ എങ്ങനെ നമ്മൾ എഴുതും? N3H1. അണ്ടർസ്റ്റാൻഡ്? അടുത്ത ദിവസം ഞാൻ N3, പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറിൽ അത് ആവില്ല, ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോറി മൈ ഡിയേഴ്സ്. നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ പോലെ നമുക്ക് ഇപ്പോൾ ഇത് വൈറ്റ് ബോർഡിൽ എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അതെങ്ങനെ എഴുതുന്നത്? N മേളിലാണ് 3 വന്നിരിക്കുന്നത്, പിന്നെ Hന്റെ മേളിലാണ് 1 വന്നിരിക്കുന്നത്. ഓക്കെ, നമ്പേഴ്സ് ഷുഡ് ബി റിട്ടൺ ഓൺ ടോപ്പ് ആൻഡ് ആൽഫബറ്റ് ഷുഡ് ബി റിട്ടൺ side by side. Okay, there is no common factor in the valences 3 and 1. So we move on to the third step, interchanging the valences and writing them as subscripts. We get the formula of ammonia NH3. So അവിടെ വേറൊരു കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? NH3 എന്ന് എഴുതുന്നു. അമോണിയയ്ക്ക് NH3 എന്ന് എഴുതുന്നു. Writing the formula for aluminum sulfate. It is made up of aluminum and sulfate. The valency of aluminum is 3 and that of the sulfate is 2. So write Al3SO4. SO4 എന്ന് പറയുന്നത് സൾഫേറ്റിൻ്റെ ആണ് കേട്ടോ. ആ സൾഫേറ്റ് അത് 2 എണ്ണം. സോ അത് ബ്രാക്കറ്റിലായിട്ട് നമ്മൾ 2 ഇടുന്നു. The formula is Al2SO4 3. Notice that if group contains 2 or more atoms, then the group is put in brackets and the number is written as scripts on the right of the bracket. So more than one atom is there. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആറ്റം ഉണ്ട്. ഇവിടെ SO4 4 എണ്ണം ഉണ്ട്. SO ഓക്സിജൻ 3 ഉണ്ട് അല്ലേ, സോറി 4 ഉണ്ട്. അതുകൊണ്ട് SO4 എന്നുള്ളത് നമ്മൾ ആ 4 ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് കൊണ്ടിട്ടിട്ട് പിന്നെ അത് 2 മൊത്തത്തിൽ 2 ഉണ്ട്. അതായത് SO4 എന്നുള്ള ആ ഒരു ഇത് ആറ്റംസിന്റെ അത് 2 എണ്ണം ഉണ്ട്. അങ്ങനത്തെ 2 ആറ്റങ്ങൾ ചേരണം. അതുകൊണ്ടാണ് Al3SO4. ഓക്കെ, the writing of chemical formula of some compounds are given in table 3.9. ഇവിടെ shown. Can you read that table 3.9? hydrochloric acid, hydrochloric acid, H1Cl1, sulfuric acid. അല്ല, അതിന്റെ ഫോർമുല എന്താണ്? HCl. HCl, sulfuric acid, H1SO4 2. Formula H2SO4. H2SO4. Okay. 4. Next. Nitric acid, H1NO31. HNO3. Okay. Sodium carbonate, Na1CO32. ഈ CO3 ബ്രാക്കറ്റിൽ ഇട്ടത് എന്തുകൊണ്ടാണ്? മുകളിലത്തെ SO4 അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് അങ്ങനത്തെ 2 ആറ്റംസ് വീതമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ CO3 എന്നുള്ളത് അതുപോലത്തെ ഒന്നല്ല 2 ആറ്റം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പിന്നെ 2 എന്നോ 3 എന്നോ 4 എന്നൊക്കെ തന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
സോഡിയം നൈട്രേറ്റ്. nitrate, Na1, NO3, 1. ഓക്കെ. NaNO3. Calcium chloride, Ca2Cl1, CaCl2. ഓക്കെ. Calcium carbonate, Ca2CO3, Ca2CO32 or Ca1CO3 1. ഇതിവിടെ 2 2 2 വന്നു. അത് വേണം നമുക്ക് ഹാഫ് ആക്കാം, വേണം 1 1 ആക്കാം. ഓക്കെ. Ca2 CO3 2. ഓക്കെ. CaCO3. Potassium hydroxide, K1OH1, KOH. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ല. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക്, അതായത് 9th 10th എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഇത് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ സിലബസിൽ അത് ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും ഒരു കെമിസ്ട്രി നിങ്ങളെ കൊണ്ട് ഇപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ലാബ് ഇല്ലാതെ അത് ആവില്ല. നിങ്ങൾ അതിന് അത്ര ഒരു ഇത് കൊടുക്കണ്ട, സാരമില്ല. വലിയ ക്ലാസ്സിലേക്കുള്ളതാണ്. അതിപ്പോൾ നമുക്കൊരു പ്രിപ്പറേഷനാണിത്. ഓക്കെ. നിങ്ങൾ വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇൻ 6th standard അബൌട്ട് ദിസ്, ഇറ്റ്സ് കണ്ടിന്യൂഷൻ ഓൺലി നൗ ഇൻ 7th. ഞാൻ നോക്കിയിട്ട് ഈ ലെസന്റെ ആ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് അല്ലേ, നിങ്ങളുടെ ഇപ്പം ഈ ലെസണിലെ ഫസ്റ്റ് പാർട്ട് ഫുള്ള് നിങ്ങൾ 6th പഠിച്ച സംഭവങ്ങൾ മാത്രമാണ്. 6th standardലെ അതേ ഇത് സെന്റൻസ് തന്നെ എഴുതിയേക്കുന്നത് അല്ലേ. ഓക്കെ. An important requirement for writing an equation is that the number of atoms of each element on the left hand side should be the same as the number of the atoms on the right hand side. Okay. So what the number of atoms in each element on the left hand side should be the same as the number in the right hand. അതായത് ഇടതുവശത്ത് ഇരുന്ന അതേ നമ്പർ തന്നെ ആയിരിക്കണം ലെഫ്റ്റ് ഹാൻഡ്. H1Cl ആ ടേബിളിൽ നോക്കി, H1Cl എന്ന് പറയുമ്പോൾ 1 1 ഉള്ളൂ അല്ലേ. H1Cl1. ഇപ്പുറത്ത് വരുമ്പോൾ HCl 4 മാത്രമേ ഉള്ളൂ. ഈ സെക്കൻഡ് വണ്ണിലോ H1SO4 2. അപ്പൊ H1 H2 ആയപ്പോൾ SO4 എന്തായിരിക്കണം, ഡബിൾ ആയിരിക്കണം അല്ലേ. അത് കറക്റ്റായിട്ട് അതേ നമ്പർ തന്നെ ആയിരിക്കണം എന്നർത്ഥം. അവിടെ നമ്മൾ വേറെ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ 2 എന്നുള്ളത് വേണമെങ്കിൽ 4 ആക്കാം. അന്നേരം അതിൻ്റെ കൂടെ ഉള്ളതെല്ലാം ഡബിൾ ആയിരിക്കണം എന്ന് മാത്രം. Okay. We know that water can be broken up into the constituent elements hydrogen and oxygen. Let us learn how to write the correct equation for this. We can write H2O is equal to H plus O. H2O is equal to H plus O. Oxygen cannot, this answer is, this is, will it be correct? ഇത് കറക്റ്റ് ആയിരിക്കുമോ? H plus O എന്നുള്ളതായിരിക്കുമോ കറക്റ്റ്? വാട്ടറിന്റെ ഇക്വേഷൻ എന്താണ്? H2O. അപ്പൊ അത് നമ്മൾ എഴുതുന്നത് H plus O എന്ന് എഴുതിയാൽ കറക്റ്റ് ആയിരിക്കുമോ? No, it will not be correct because ഇവിടെ അന്നേരം ഈ HO എന്ന് എഴുതുമ്പോൾ ഒരു ഹൈഡ്രജൻ ആൻഡ് 1 oxygen will be there. That is not correct, isn't it? So the answer is no, because hydrogen and oxygen cannot exist as independent atoms. They must be represented as H2 and O2 respectively. Also, the number of hydrogen atoms on the left hand side should be equal to the number of hydrogen atoms on the right hand side of the equation. So ഇപ്പുറത്ത് തന്നിരിക്കുന്ന അതേപോലെ തന്നെ H2O is equal to H2 plus O2. അതും കറക്റ്റ് ആയിരിക്കോ? അല്ല, 2 oxygen ഇല്ല അല്ലെ. 2 hydrogen ഉണ്ട്, പക്ഷെ 1 oxygen only. So once again the answer is no, because the number of atoms of oxygen on the left and right hand side should be the same. ലെഫ്റ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ ആയിരിക്കണം റൈറ്റിലും വന്നിരിക്കുന്നത്. ഓക്കെ. സോ വി ക്യാൻ റൈറ്റ് 2H2O is equal to 2H2 plus O2. 2 ഉണ്ടെങ്കിൽ 2H2 plus O2 എന്ന് എഴുതാൻ പറ്റും. Yes, we can. We have now 4 atoms of hydrogen and 2 atoms of hydrogen on both sides of the equation. Such an equation is called a balanced chemical equation. Now, wait a minute.
let's say here two H2O2 2H2 ഇത് ഇവിടെ സ്മോൾ എനിക്ക് ചെറുതായിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. 2H2O2 is equal to ഇതെങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ 2H2 ഇത് കറക്റ്റ് ആണോ? യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഹൗ ഇറ്റ് ഈസ് കറക്റ്റ്? 2H2 ആൻഡ് O2 മീൻസ് ഇവിടെ 2H2 വരുന്നുണ്ട്. 2H2 എന്ന് പറഞ്ഞാൽ 4 ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റമാണ് വന്നേക്കുന്നത് അല്ലേ? H2 H എത്രയുണ്ട്? 2. അപ്പം 2H എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീണ്ടും അതിന്റെ ഡബിൾ ആയി. ഓക്കെ, അപ്പൊ ഇവിടെ H പ്ലസ് ഈ H2, അതായത് രണ്ടാമത് കിടക്കുന്ന H2 ഇല്ലേ, ഫസ്റ്റ് 2H അല്ല, സെക്കൻഡ് H2 ഈസ് H പ്ലസ് H. അതാണ് ഈസ് ഈക്വൽ ടു H2. ഇനി ഇതിനെ നമ്മൾ ബ്രാക്കറ്റിലിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടെണ്ണം ആയില്ലേ, നമ്മൾ ഇതിനെ ബ്രാക്കറ്റിലിടണം. അപ്പൊ ഇത് ഈസ് ഈക്വൽ ടു. ഇനി ഇതുപോലത്തെ ഇൻറ്റു 2 into 2 is equal to how much? 4H. അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റമായി. ഇനി ഓക്സിജൻ ആറ്റം ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ O എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റം. അപ്പം നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. 4 ഓക്സിജൻ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റം പ്ലസ് 2 ഓക്സിജൻ ആറ്റം. അത് വാട്ടറിന്റെ 2 മോളിക്യൂൾ ആയി എന്നർത്ഥം. ഇൻ 1 മോളിക്യൂള് 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഹൈഡ്രജൻ എന്നുള്ളത് ഡബിൾ ആക്കുന്നു, 4 ഹൈഡ്രജൻ. Then automatically how much it should come? Oxygen should be 2. If it is 4 hydrogen atom, oxygen should be 2 oxygen atom should be there. മനസ്സിലായോ പറഞ്ഞത്? അതായത് നമുക്ക് ഫോർമുല നമുക്കറിയാം, 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ ഈസ് ഈക്വൽ ടു 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. അപ്പം നമ്മളത് ഡബിൾ ആക്കിയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം ഇറ്റ് വിൽ ബിക്കം 4 ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം ഈസ് ഓൺലി 1. Then it should be doubled. That means 2 oxygen. So 4 hydrogen plus 2 oxygen will be is equal to 2 molecules of water. Ini 3 ആണെങ്കിലോ 3 molecules ആണെങ്കിൽ again 2 more should be added. So 6 hydrogen plus 3 oxygen. 6 hydrogen 3 oxygen. And again നമ്മൾ ഇനി നാലാമത്തേതാണെങ്കിലോ 8 hydrogen plus 4 oxygen. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഒരു മോളിക്യൂളിൽ എന്താണോ ഉള്ളത് അതിന്റെ ഡബിൾ ആയിരിക്കും 2 മോളിക്യൂൾ ആകുമ്പോഴത്തേനും. അപ്പം രണ്ടും ഒരുപോലെയാണ് എങ്കിൽ ഓക്സിജനും ഹൈഡ്രജന്റെയും ആറ്റംസിന്റെ നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ, അത് നമ്മൾ 3-4 മോളിക്യൂൾ ആക്കുമ്പോൾ ഓരോന്ന് വീതം കൂടുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ 2 എണ്ണം വരുന്നത് 2 ഹൈഡ്രജൻ അല്ലെങ്കിൽ 3 നൈട്രജൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഓരോ മോളിക്യൂൾസിലും. ഓക്കെ, so we can write H2O is equal to so balanced chemical equation is we know that 4 atoms of hydrogen and 2 atoms of oxygen on both sides of the equation. Such equation is called a balanced chemical equation. So ഇതേപോലെ കറക്റ്റ് ആയിട്ട് അങ്ങ് പോകുന്ന ഇക്വേഷൻസ് ആണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. Some more examples are as follows. Nitrogen reacts with hydrogen to give ammonia. N2 plus H2 is equal to NH3. അൺബാലൻസ്ഡ് ആണത്. N2 plus H2. ഇപ്പം രണ്ടും കറക്റ്റ് ആയിട്ടാണെങ്കിൽ
N4 അല്ലെങ്കിൽ NH3 വരത്തില്ല, NH4 വന്നേനെ. സോ ഇവിടെ തന്നെ N2 plus 3H2 is equal to 2NH3. രണ്ടും ഒരുപോലെ വന്നു, ബാലൻസ്ഡ്. നെക്സ്റ്റ് sodium reacts with water to give sodium hydroxide and hydrogen. Na plus H2O plus NaOH plus H2, that is unbalanced. Second one is 2Na plus 2H2O is equal to 2NaOH plus H2O balanced. It is balanced equation. ഞാനത് അടുത്ത ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നത് ഇതാക്കിയിട്ടില്ല, സെറ്റ് ആക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ് തരാം. അല്ലാതെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ബോർഡില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ശരിക്കും ബോർഡിൽ എഴുതി കാണിക്കണം, അല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണിക്കണം. നെക്സ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഷോ ഇറ്റ്. ഓക്കെ, ഐ തിങ്ക് ടുഡേ ആഫ്റ്റർനൂൺ വി ഹാവ് നോ one more class is there, no? Instead of computer class, I will share that. Okay. Zinc reacts with hydrochloric acid to give zinc chloride and hydrogen. Zn plus HCl is equal to ZnCl2 plus H2. That is unbalanced. And Zn plus 2HCl is equal to ZnCl2 plus H2. That is balanced. So let me see whether I can share or not. നമുക്ക് ടൈം എത്രയുണ്ട്? Balanced equation definition and examples. A balanced equation is an equation for a chemical reaction in which the number of atoms for each element in the reaction and the total charge. I will video. Here, this is a picture of a Bayes balance. ഇവിടെ നോക്ക്, രണ്ടും ഇക്വേഷൻ ഇത് നോക്കണേ. No sound for this. N2 plus H2 is equal to NH3 product. Sound illale? Can you hear? Can't hear. No sound for this. In this chemical reaction, nitrogen H2 reacts with the hydrogen. Nitrogen plus hydrogen is equal to ammonia. Product is so N2 plus H2 is equal to NH3. That is unbalanced.
N is 1 and H is 3. So it is not balanced. I hope. ഓക്കെ, ഞാൻ ആ വൈകുന്നേരം കാണിക്കാം കേട്ടോ, വേറെ വീഡിയോ എടുത്തിട്ട് തന്നെ, അല്ലാതെ ഇതിപ്പം ക്ലാസ് ടൈമിലാകുമ്പോഴത്തേനും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഇതിലേക്ക് പോകാം. Oral question, page number 28. What is the difference between the smallest particle of an element and the smallest particle of a compound? എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? Smallest particle of element is atom and smallest particle of compound എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മോളിക്യൂൾ ആയിരിക്കും അല്ലേ? സോ എലിമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആറ്റം, ഇറ്റ് വിൽ ബി ആറ്റം. ആൻഡ് കോമ്പൗണ്ട്സ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇസ് മോളിക്യൂൾ. മോളിക്യൂൾ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം മിക്സ് ആണല്ലോ. കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് തന്നെ മിക്സ് ആയിട്ടുള്ള വസ്തു അല്ലേ? ഓക്കെ. Next, for all elements, the smallest particle that can exist independently is an atom. Do you agree? Give reason. Can it exist independently? സ്വതന്ത്രമായിട്ട് അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ ആറ്റംസിന്? എല്ലാ ആറ്റത്തിനും? No. That's what it is, joining or combining with others and making compounds. ചിലതിന് തന്നെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? മിക്സ് ആകുന്നത് അല്ലേ? ഓക്കെ. So, no, the atoms of some elements may not exist independently. This third question, most elements are found in the free state in nature. Do you agree? Give reason. എല്ലാം ഫ്രീ ആയിട്ടാണ് കാണുന്നത്, most of them? No. എല്ലാം ഫ്രീ ആയിട്ടാണ് കാണുന്നത്? No. Because most elements have the tendency to combine with each other to form compounds. അപ്പം കോമ്പൗണ്ട് ആണ് കൂടുതലുള്ള. only 118 എലിമെന്റ്സ്. എലിമെന്റുകൾ എന്ന് പറയുന്നത് 118 മാത്രമേ ഉള്ളൂ. ബാക്കി ലോകത്ത് മുഴുവൻ കാണുന്ന മുഴുവൻ കോമ്പൗണ്ട്സ് ആണ്. കാണുന്ന സകലതും കോമ്പൗണ്ട്സ് ആണ്. സോ ഇറ്റ് ഹാസ് എ എലിമെന്റ് ഹാസ് എ ടെൻഡൻസി ടു, മോസ്റ്റ് ഓഫ് ദ എലിമെന്റ്സ് ഹാവ് ദ ടെൻഡൻസി ടു കമ്പൈൻ വിത്ത് അതർ ആറ്റംസ് ആൻഡ് ടു മേക്ക് ഓർ ടു ഫോം കോമ്പൗണ്ട്സ്. മനസ്സിലായോ? തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ഈ 118 എലിമെന്റ്സിനും എല്ലാത്തിനും സാധിക്കില്ല. ചിലതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ എല്ലാം അങ്ങനെ എലിമെന്റുകളും അങ്ങനെ ഉണ്ടാകത്തില്ല. അല്ല, എല്ലാ എലിമെന്റ്സും സ്വതന്ത്രമായിട്ട് നിൽക്കില്ല. അത് വേറെ ഇതിന്റെ കൂട്ടത്തിൽ, വേറെ ആറ്റത്തിന്റെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്ത കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, എ സയന്റിസ്റ്റ് ഫൗണ്ട് ദാറ്റ് 2 samples of the same compound had the same elements combined in different ratios. Was his finding correct? എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ H2O. ഒരു സയന്റിസ്റ്റ് സെയിം കോമ്പൗണ്ട് ഹാഡ് സെയിം എലിമെന്റ്സ് കമ്പൈൻഡ് ഇൻ ഡിഫറെന്റ് റേഷ്യോസ്. പല സ്ഥലത്തു നിന്ന് വെള്ളം എടുത്തിട്ട് പല റേഷ്യോയിലാണ് കണ്ടത്. അത് കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല. ഇഫ് യു ടേക്ക് വാട്ടർ ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് വെള്ളം എടുത്താലും, അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട്, ഞാൻ ഇപ്പം വാട്ടറിന്റെ കേസ് മാത്രം പറയുന്നുള്ളൂ, ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. സോ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്തു നിന്ന് എവിടെ നിന്ന് എടുത്താലും അതിന്റെ റേഷ്യോ വിൽ ബി ദ സെയിം.
അതിന്റെ ഒരു മോളിക്യൂളിന് എന്താണോ റേഷ്യോ അത് തന്നെയായിരിക്കും എല്ലായിടത്തും സെയിം. ഇപ്പൊ കേരളത്തിലെ വെള്ളത്തിനും തമിഴ്നാട്ടിലെ വെള്ളത്തിനോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലെ വെള്ളത്തിനോ അല്ലെങ്കിൽ അമേരിക്കയിലെ വെള്ളത്തിനോ ഉഗാണ്ടയിലെ വെള്ളത്തിനോ ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. റേഷ്യോ വിൽ ബി ദ സെയിം H2O. ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ H2O തന്നെയായിരിക്കും. ഉഗാണ്ടയിലെ വെള്ളത്തിന് ഒരു വ്യത്യാസവും ഇല്ല, അന്റാർട്ടിക്കയിലെ വെള്ളത്തിന് വേറെ വ്യത്യാസം ഇല്ല. Ratio will be same. Okay. So what is the next question? The same scientists as above found that two samples of mixtures of same elements had the elements mixed in different ratios. Was the finding correct? അതേ സയന്റിസ്റ്റ് തന്നെ സെക്കൻഡ് ടൈമില് മിക്സർ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ റേഷ്യോ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആണോ തെറ്റാണോ? കോമ്പൗണ്ടിൽ റേഷ്യോ വിൽ ബി ദ കറക്റ്റ് സെയിം. There will be no changes compound, but in mixture, how much we want we can add, how much we want we can reduce. There is no similarity. എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, എത്ര വേണമെങ്കിലും കുറയ്ക്കുകയും ചെയ്യാം. There is no similarity. So scientist was correct. Next page number 33. Oral question. What is the difference between the symbol and the formula of oxygen? Symbol is O and formula is O2. Okay. Symbol എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ സിമ്പിൾ എന്താണ്? O. പക്ഷെ ഫോർമുല ഇപ്പോഴും O2 ആയിരിക്കും. Next, what specific name is given to the number of the hydrogen atoms that can combine with or be displaced by one atom of an element? Is this a modern definition? Valency. No, this is not a modern definition. What specific name is given to the number of hydrogen atoms that can be combined with or to be displayed by an atom of an element? That is valency. Is it a modern definition? No, it is not a modern definition. Next, third question. An element. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ലെസൺ നോട്ട്സ് ഇവിടെ ഇന്നലെ ഷോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നോട്ടൊക്കെ എന്ത് ചെയ്യേ? ആൻമരിയ നോട്ട് എവിടെയാ മോളെ? ഫെയ്ത്തിന്റെ നോട്ട് എന്തേ? നോട്ട് എപ്പോഴും എഴുതിയിരുന്നേ? ഫെയ്ത്ത്, ഐ എം ആസ്കിങ് യു. ആൻമരിയ, ഐ എം ആസ്കിങ് യു. ദിയ മിസ് എഴുതിയില്ല. എപ്പോ എഴുതും? വെൻ വിൽ യു റൈറ്റ്? Before Thursday. Okay. And Anne-Maria, what about you? Before Thursday you should submit the note. And the in the last class also I said to you same thing, but you people did not write the notes. അതുകൊണ്ട് Thursday എനിക്ക് നോട്ട് കിട്ടിയിരിക്കണം കേട്ടല്ലോ. ദിയ, ആൻമരിയ, ഫെയ്ത്ത്. ഷോൺ ഹാസ് given the note. Okay. Next, third question. An element X forms a compound XH3 with a hydrogen. Another element Y forms a compound YX2 with X. Given that the valency of hydrogen is 1, what are the valencies of X and Y? It will be 3 and 6. So X into the 3 ആയിരിക്കും. X into the XH3 ആണ് അല്ലേ? So it will be 3 ആയിരിക്കും. മൂന്ന് ആറ്റം അങ്ങനെ ഉണ്ടാകും. 3 XH3. H ആണ് അവിടെ 3 വരുന്നത്. ഇനി Y ഇവിടെ വന്നപ്പോൾ X2 വന്നു. അതുകൊണ്ട് with X given valencies it will be 2. Okay. What are the valencies of S and Y? 2. Next question is the equation Na plus H2O is equal to NaOH plus H2 balanced? Why? The number of hydrogen atoms is not equal in both sides. അതിന് രണ്ടിലെ ഒരേ ബാലൻസിലാണോ? അല്ല. H2 ഇവിടെ വന്നപ്പോൾ അത് H2 is balanced, not balanced. കാരണം ഇതിന്റെ ആറ്റത്തിന്റെ എണ്ണം കറക്റ്റ് ആയിട്ടില്ല. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കറക്റ്റ് അല്ല.
Okay, ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടൈം ഈസ് അപ്പ്. ഓക്കെ, ആൻഡ് ട്രൈ ടു കംപ്ലീറ്റ് ദ നോട്ട്സ് ഫാസ്റ്റ്ലി. ബൈ.